ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വേൾഡ്. നമ്മുടെ ഇന്നത്തെ യാത്ര തെങ്കാശിയിലേക്കാണ്. തെങ്കാശിയിലുള്ള തിരുമലൈ കോവിലിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ കാറിലാണ് നമ്മൾ യാത്ര ഇരിക്കുന്നത്. ഇവിടുന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ 118 കിലോമീറ്ററോളം ഇവിടെ ദൂരം. മാവേലിക്കര നമ്മൾ യാത്ര ഇരിക്കുമ്പോൾ ചാരമൂട്, നൂർനാട്, അടൂർ, പത്തനാപുരം, പുനൂർ, തെന്മല ചെന്നിട്ട് തെന്മലയിൽ നിന്ന് 38 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് യാത്ര ഇരിക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര ഒരു പ്രത്യേകത, നമ്മുടെ ശിവാനി ഇല്ല. ശിവാനിക്ക് എക്സാം ആയതുകൊണ്ട് മോളെ ഞാൻ കൂട്ടാതാണ് ഇന്നത്തെ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. എക്സാം ആയതുകൊണ്ട് അവിടെ ഒഴിവാക്കിയതാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്നതാണ് 13 കണ്ണറ പാലം എന്നാണ് ഇതിൻ്റെ പേര്. കൊല്ലം ജില്ലയിലെ കഴുതുരുട്ടിയിലാണ് ഈ കറക്റ്റ് ഈ ലൊക്കേഷൻ. 13 കണ്ണറ പാലം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ കൊല്ലത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ചരക്കുകൾ മദ്രാസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പഴയകാല ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഓർമ്മ ശേഷിപ്പായിട്ടാണ് ഇന്ന് ഈ പാലം നിലനിൽക്കുന്നത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിഭാഗം സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ പാലം. ഇതിന് ഏകദേശം 100 അടിയോളം ഉയരമുണ്ട്. 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഈ 13 കണ്ണറപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിർത്തി കഴിഞ്ഞ് നമ്മൾ തമിഴ് ഗ്രാമങ്ങളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇവിടെ നിറയെ പച്ചപ്പും മാന്തോട്ടങ്ങൾ, വാഴ കൃഷി, ശരിക്കും കർഷകരായ ആൾക്കാരുടെ നല്ലൊരു ജീവിതം നമുക്കിവിടെ കാണാൻ പറ്റും. എവിടെ നോക്കിയാലും പച്ചപ്പ്, നല്ല ഗ്രാമം, നിറയെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. പലവിധ കൃഷി, മല്ലി, ചോളം, പിന്നെ ഗ്രാമങ്ങൾ, അവരുടെ വീടുകൾ, ജീവിത രീതി തന്നെ ശരിക്കും വ്യത്യസ്തമാണ്. ചെറിയ ചെറിയ വീടുകളും അതിനകത്ത് നല്ല റോഡുകൾ, പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പലയിടത്തും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും. അടുപ്പിച്ചടുപ്പിച്ചാണ് മിക്കയിടത്തും ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളെ, സ്കൂളുകളെ, എപ്പോഴും റോഡും അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് വളരെ സജീവമാണ്. എപ്പോഴും ആൾ തിരക്കും. നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടാണ് ശരിക്കും കൗതുകരമായ കാഴ്ച. കുറേ ആടിനെ മേയിച്ചുകൊണ്ട് ഒരാൾ പോകുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അത് കാണാനില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ 50 രൂപ ടോക്കൺ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി മുകളിലേക്ക് കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം. 50 രൂപ കൊടുക്കാമെങ്കിൽ നമ്മുടെ കാറിൽ നമുക്ക് ഏത് വേണം, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമുക്ക് ശരിക്കും ക്ഷേത്രത്തിൻ്റെ മല കയറി മുകളിൽ ചെല്ലാം. അങ്ങനെ നമ്മൾ 50 രൂപയുടെ പാസ് എടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ നേരെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അകത്തേക്ക് കാറിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഒരു സൈഡ് അതിമനോഹരമായ കാഴ്ചകളാണ് ഒരു സൈഡ് നമുക്ക് കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വന്ന് നമ്മൾ വണ്ടി പതുക്കെ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തു. അവിടെ ആദ്യം സ്പേസ് ഉണ്ട്, വലിയ തിരക്കില്ല. ശബരിമല സീസൺ ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് അയ്യപ്പന്മാരുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ വണ്ടി കൃത്യമായിട്ട് എടുത്ത് പാർക്ക് ചെയ്തിട്ട് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മുന്നോട്ട് കയറി. നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഗേറ്റ് കാണാം. ഈ കാണുന്നതാണ് ശരിക്കും ഒരു സൈഡ്, ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. അത്ര രസമാണ്. അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. നമ്മൾ വണ്ടിയിൽ ചെല്ലുമ്പോൾ ഈ ഭാഗത്തൂടെയാണ് കയറുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റെപ്പുണ്ട്. ഇതുവഴി കയറുമ്പോൾ അയ്യപ്പന്മാർ നമ്മളിവിടെ വന്ന് തൊഴുതിട്ട് തിരിച്ചു ഇറങ്ങുന്ന അയ്യപ്പന്മാരാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പതുക്കെ ഗേറ്റിൽ ചെരുപ്പെല്ലാം ഊരിയിട്ട് ഗേറ്റ് കടന്നകത്തേക്ക് കയറുമ്പോൾ ഈ സൈഡിൽ കാണുന്നത്, ഇപ്പം കാണുന്നത് അവിടെ തല മുണ്ടനം ചെയ്യുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ മുടി വെട്ടുന്ന സ്ഥലം. അതിൻ്റെ നേരെ ബാക്കിലായിട്ട്, മുടി വെട്ടുന്നതിൻ്റെ ബാക്കിലായിട്ട് ആണ് ക്ഷേത്രക്കുളം കാണാൻ പറ്റും. എത്ര മനോഹരം എന്നറിയാം. നല്ല ഇത്രയും ഹൈറ്റിൽ ഈ കുന്നിൽ എങ്ങനെ ഇത്രയും നിറയെ വെള്ളം നമുക്ക് അറിയത്തില്ല. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. തമിഴ്നാട്ടുകാരെ കുറേ സ്ത്രീകൾ, ഫാമിലീസ് അവിടെ ഇരിപ്പുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ അത് കൂടാതെ 2 മയിൽ, മുരുകൻ്റെ ചിഹ്നം, വേല്, ഇത് നല്ല ഭംഗിയാണ്. ഇതൊക്കെ കാണാം. നമ്മളിത് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തന്നാലും നേരിൽ കാണുമ്പോൾ അതിന് ഭംഗിയായിരുന്നു. അതിൻ്റെ ഒരു സൈഡിലാണ് ഒരു കോവിലാണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ തൊഴുത്. ഇത് ക്ഷേത്രത്തിന് വലം വെക്കാൻ പറ്റുന്ന ഒരു 4 സൈഡിൽ ക്ഷേത്രം വലം വെക്കാൻ പറ്റും. അപ്പോൾ അത് നടന്ന് ക്ഷേത്രത്തിന് വലം വെക്കാവുന്നതാണ്. ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ് കേട്ടോ. കാണുമ്പോൾ ഇവിടെ വാട്ടർ ടാങ്ക്, കുടിവെള്ളത്തിനുള്ള വാട്ടർ ടാങ്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഇതൊരു ക്ഷേത്ര കോവിലാണ്. നമുക്കിതുവഴി മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റും. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ വരുന്നവർ അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൂടെ കയറി വരാം. അല്ലാതെ വരുന്നവർ ഈ സ്റ്റെപ്പ് വഴി വേണം മുകളിലേക്ക് കയറി വരാൻ. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ക്ഷേത്രം തിരുമലൈ കുമാരസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 180 രൂപയാണ് ഇവിടെ ഒരു വഴിപാട് നടത്തുന്നതിന്. ഒരു സെറ്റായിട്ടാണ് അത് കിട്ടുന്നത്. ഭഗവാനെ തൊഴാനായിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാം. ഇത് നേരെ കയറി മുകളിൽ കയറി തൊഴാം. അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യാം. പോരെ, നമുക്ക് ഇതുവഴി മുകളിലോട്ട് കയറാം. നേരെ കയറി ചെല്ലുമ്പോൾ മുകളിലൊരു കൽമണ്ഡപമുണ്ട്. കൽമണ്ഡപത്തിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും വലിയൊരു ഗോപുരം മുകളിൽ നിന്ന് കാണാം. മുകളിലേക്ക് നോക്കിയാൽ മതി, കണ്ടോ, വലിയൊരു ഗോപുരം കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് നമുക്ക് തൊഴാം. അതെല്ലാം അകത്ത് കയറി തൊഴണേ അകത്ത് കയറി തൊഴുകയും ചെയ്യാം.
1000 കൊല്ലത്തിന് മേലെ പഴക്കമുള്ളതാണ് ഈ തിരുമല ക്ഷേത്രം. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമാണ്. അതിന് പോലൊന്നും അത്ര തിരക്കില്ലെങ്കിലും കാല് വയ്യാത്തവർക്കൊക്കെ ആണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലോ ബസ്സിലോ അല്ല കാറിലോ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ വരാൻ പറ്റും. നമുക്ക് അവിടെ തന്നെ വരാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയാണത്. ആ രീതിയിൽ വരുന്നവർക്ക് അങ്ങനെ ആ വഴിക്ക് വരും. മറ്റേ ശാരീരിക ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അതൊരു സ്റ്റെപ്പ് കയറി വരിക. 269 സ്റ്റെപ്പാണ്. അത് സ്റ്റെപ്പ് കയറി വരികയാണെങ്കിൽ ഉണ്ടാകുന്നത്. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും എത്രത്തോളം മനോഹരമാണ് ഈ ക്ഷേത്രം എന്നുള്ളത്. ചുറ്റി നടക്കാൻ നിങ്ങളെന്ത് അങ്ങോട്ട് നോക്കിയേ, നമുക്ക് 4 സൈഡും ചുറ്റി നടന്ന് ക്ഷേത്രം തൊഴുവാനോ ഇവിടുത്തെ 4 സൈഡിലും ഭംഗി ആസ്വദിക്കാനും വഴികളുണ്ട്. ഈ ബാക്ക് സൈഡിലൂടെ നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ നല്ല വ്യക്തമായിട്ട് നമുക്ക് ദൂരെ ഒരു ഡാം കാണാൻ പറ്റും. 4 സൈഡിൽ തെങ്ങുംതോപ്പും കാറ്റാടി മരങ്ങളുമാണ്. ദൂരേക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 മലകൾക്കിടയിലായിട്ട് ആ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ക്ഷേത്രങ്ങളുടെ അകത്തെ ഫോട്ടോ നമുക്ക് എടുക്കാൻ കഴിയില്ല, അറിയാലോ, ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ശ്രീകോവിലിനകത്തെ ഫോട്ടോസോ വീഡിയോസോ നിങ്ങൾക്ക് നമുക്ക് കാണിക്കാൻ കഴിയാത്തത്. എനിക്ക് പിന്നിലെ ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ 4 സൈഡും വലം വെക്കാനുള്ള ഒരു വഴിയാണ്. ഇതിനോട് ചേർന്ന് ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രവുമുണ്ട്. മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ വൃത്തി എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഈ ക്ഷേത്രം സൂക്ഷിക്കുന്നത്. വളരെ അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. പേപ്പറോ ഒരു കരിയിലോ ഒന്നും തന്നെ ഇല്ല, അത്ര ക്ലീനാണ് ഇവിടെ. ഇതിലായി കാണുന്നത് നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രക്കുളമാണ്. എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് ഈ മലയുടെ മുകളിൽ ഇത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ട് ഈ ഒരു ഇത്രയും ഏരിയയിൽ എങ്ങനെ ഈ വെള്ളം സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. ഇത് ശരിക്കും ഭസ്മക്കുളം എന്ന് അറിയപ്പെടുന്നുണ്ട്. മഴക്കാലത്താണേലും വേനൽക്കാലത്താണേലും ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞ് വെള്ളം ഉണ്ടാവും. നമുക്ക് ക്യാമറയിൽ കാണാൻ കഴിയുമെന്നറിയില്ല. നിറയെ മീനുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. കൊച്ചുപഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കുളം പഴനിയിൽ 1008 പടികളാണെങ്കിൽ നമുക്കിവിടെ 269 പടികളാണ് കൊച്ചുപഴനി എന്നറിയപ്പെടുന്ന തിരുമല കോവിലുള്ളത്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വരേണ്ടതാണ്. അത്രയ്ക്ക് വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മലയുടെ മുകളിൽ നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ക്ഷേത്രമെല്ലാം തൊഴുതു, ചുറ്റും നടന്ന് തൊഴുതു, ഉപദേവതകളെ പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് നാട്ടിലേക്ക് യാത്ര തിരിക്കാം. കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. നമുക്കിനി കാറിലേക്ക് പോകാം. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്യാവുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ തിരുമല കോവിൽ. ഈ മലയുടെ മുകളിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാവുന്ന അതിമനോഹരമായ കാഴ്ചകളുണ്ട്. അങ്ങ് ദൂരെ ഒരു ഡാം കാണാൻ പറ്റും, മറ്റ് 2 മലകൾക്കിടയിൽ. പിന്നെ ചുറ്റും തെങ്ങുംതോപ്പുകൾ, കാറ്റാടി യന്ത്രങ്ങൾ, നെൽപ്പാടങ്ങൾ, ഇതെല്ലാം കാണാൻ പറ്റും നമുക്കിവിടെ. നാട്ടിൽ നിന്ന് വരുമ്പോൾ 1 മണിക്കൂർ അല്ല 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്ന നല്ല അടിപൊളി സ്ഥലമാണ്, മനോഹരമായ സ്ഥലമാണ്. തിരുമല കോവിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായി തുടങ്ങി. പതുക്കെ ഇരുട്ട് വീണു തുടങ്ങി. നമ്മൾ പതുക്കെ കാറിലെ യാത്ര തിരിച്ചു. അങ്ങനെ പതുക്കെ മലയിറങ്ങി താഴെ വന്ന് ക്ഷേത്ര കവാടം കഴിഞ്ഞ് എവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി യാത്ര തിരിക്കാൻ വേണ്ടി. നമ്മുടെ അടുത്തുള്ള കടകൾ നോക്കി നമ്മൾ വണ്ടി ഇറങ്ങി താഴെ വന്നിട്ട് ഭക്ഷണം കഴിക്കണം. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് ഇഡ്ഡലിയും സാമ്പാറും ഓർഡർ ചെയ്തു. അവിടെ അതേ ഉള്ളൂ, ഇഡ്ഡലിയും സാമ്പാറും വടയും പിന്നെ ചട്നി. നല്ല ചൂട് സാമ്പാറും ചൂട് ഇഡ്ഡലിയും നല്ല ഫ്രഷായിട്ട് അവർ ഉണ്ടാക്കുന്നത്. അവിടുന്ന് അത് മേടിച്ച് കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചു. ഇപ്പോൾ 2 കോഫി ഓർഡർ ചെയ്തു. ശ്രീത്തിന് കോഫി വേണം, ഉണ്ണിക്ക് വേണം. അപ്പോൾ ഞങ്ങൾ 3 പേര് ഭക്ഷണം കഴിച്ചു. ശ്രീത്ത് കോഫി കഴിച്ചില്ല. അത് ഫുഡ് വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തൊരു പഴക്കച്ചവടക്കാരനെ കണ്ടു. അപ്പോൾ അവിടെ ഒരു കൗതുകത്തിന് അയാളുടെ അനുവാദം ചോദിച്ചിട്ട് അയാളുടെ കുറച്ച് വീഡിയോ എടുത്തിട്ട് വില ഇറക്കിയപ്പോൾ അവിടെ കിലോ കണക്കല്ല, പഴത്തിൻ്റെ എണ്ണത്തിനാണുള്ള വില. ഒരു പഴത്തിന് 15 രൂപയെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ നിലതെല്ലാം സംസാരിച്ച് അയാളുടെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പതുക്കെ തിരിച്ച് നടക്കാമെന്ന് വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളത് കമൻറ്റ് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. ആ കടയിൽ നിന്ന് പതുക്കെ ഇറങ്ങി നമ്മൾ കാറിലേക്ക് പോവുകയാണ്. കാറിലേക്ക് കയറി പതുക്കെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്.